إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹനീയമായ സ്വഭാവ വിശേഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടേണ്ടതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം. വിശിഷ്ടങ്ങളായ ഒരുപാട് സ്വഭാവങ്ങൾ വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ഇഫ്ഫ ഔ അത്തഅഫുഫ് എന്ന് പറയുന്ന സ്വഭാവം. അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ ഹിറഖൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം നിങ്ങളോട് പറയുന്ന പ്രബോധന വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിന് അബൂ സുഫിയാൻ നൽകുന്ന മറുപടി, യഅ്മുറുനാ ബിസ്സലാത്തി വസ്സകാത്തി വൽഅഫാഫി വസ്സിലഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിക്കുന്നത് നമസ്കരിക്കുവാനും സകാത്ത് കൊടുക്കുവാനും കുടുംബബന്ധം ചേർക്കുവാനും അഫാഫിനും അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട നിയോഗ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്താണ് ഇഫ്ഫത്ത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞു, അഹ്ലുൽ ജന്നത്തി സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൻ്റെ ആളുകളാണ്. അതിൽ ഒന്ന് വൽ അഫീഫുൽ മുതഅഫിഫു, അഫീഫായ ഇഫ്ഫത്തുള്ള മുതഅഫിഫായ ഒരാളാണ്. അത്തരം ആളുകൾ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഹയ്യൽ അഫീഫൽ മുതഅഫിഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ള ഇഫ്ഫത്തുള്ള ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 4 കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. 4 കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊന്ന് ഹിഫ്ളുൽ അമാന, അമാനത്ത് കാത്തു സൂക്ഷിക്കണം. രണ്ടാമത്തത് സിദ്ഖുൽ ഹദീസ്, സത്യം മാത്രമേ പറയുവാൻ പാടുള്ളൂ. മൂന്നാമത്തത് ഹുസ്നുൽ ഖലീഖ, നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറണം. നാലാമത്തത് അൽ ഇഫ്ഫത്തു ഫിത്തുഅമ, ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഉപജീവനത്തിൽ ഇഫ്ഫത്ത് ഉണ്ടാകണം. അപ്പോൾ ഈ പറയപ്പെട്ട ഹദീസുകളിലെല്ലാം തന്നെ ഇഫ്ഫത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. എങ്കിൽ എന്താണ് ഈ ഇഫ്ഫത്ത് കൊണ്ട്, അല്ലെങ്കിൽ അഫീഫായ മുതഅഫിഫായ മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നു. ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ നഹ്യുൻ ലിന്നഫ്സി അൻ ഹവാഹാ വമൻഉൻ ലഹാ അമ്മാ ലാ യഹില്ലു ലഹാ. ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം നഫ്സിനെ അതിൻ്റെ ഇച്ഛകളിൽ നിന്ന് തടഞ്ഞു വെക്കലാണ്. ഹറാമായ നിഷിദ്ധമായ ഒരു മുസ്ലിമിന് അനുവാദമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ തടഞ്ഞു വെക്കലും ദേഹേച്ഛയിൽ നിന്ന് പിടിച്ചു വെക്കലും, അങ്ങനെ ക്ഷമയോടുകൂടി ഹറാമുകൾ ചെയ്യാതെ നല്ല മനുഷ്യനായി ജീവിക്കുന്നതിനാണ് ഇഫ്ഫത്ത് എന്ന് പറയുന്നത്, തഅഫുഫ് എന്ന് പറയുന്നത്.
മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ ഹറാമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതോടൊപ്പം വൽ കഫ്ഫു അമ്മാ യജ്മുൽ, ഭംഗിയില്ലാത്ത, അനുയോജ്യമല്ലാത്ത, തൻ്റെ വ്യക്തിത്വത്തിന് യോജിക്കാത്ത, അതൊരു പക്ഷേ ഹറാമല്ലെങ്കിൽ പോലും തൻ്റെ വ്യക്തിത്വത്തിന് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. ഇങ്ങനെ ഹറാമുകളിൽ നിന്നും അനുയോജ്യമല്ലാത്തതിൽ നിന്നും വിട്ടുനിൽക്കുകയും ഏത് വിഷയത്തിലും മിതത്വം കാത്തു സൂക്ഷിക്കുകയും ചാരിത്രം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതിനാണ് ഇഫ്ഫത്ത് എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ അത് വേണം എന്ന് നമുക്ക് ഖുർആനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കാം. അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൽ ഒന്ന് ലൈംഗിക വിശുദ്ധിയാണ്. എനിക്ക് എൻ്റെ ഇണ മതി, എൻ്റെ ഭാര്യ മതി, എൻ്റെ ഭർത്താവ് മതി, അതിലപ്പുറത്ത് ഒരു വഴിയും ഞാൻ തിരഞ്ഞെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗിക വിഷയത്തിൽ ചാരിത്രം കാത്തു സൂക്ഷിക്കലാണത്. അതുകൊണ്ടാണ് സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൽയസ്തഅഫിഫിൽ ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കട്ടെ, അവർക്കൊരു വിവാഹത്തിനുള്ള സാഹചര്യം വരുന്നത് വരെ. എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്കോ ഹറാമായ വിഷയങ്ങളിലേക്കോ സ്വയം ഭോഗം പോലെയുള്ള ഹറാമുകളിലേക്കോ അവർ പോവരുത്. മറിച്ച് തൻ്റെ ഇണയിലൂടെയല്ലാതെ എനിക്ക് അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ക്ഷമയോടുകൂടി നിൽക്കലാണ് ആ വിഷയത്തിലെ ഇഫ്ഫത്ത്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ധനം അന്യായമായി കൈക്കലാക്കാതെ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ ഹലാലായത് മതി, അതല്ലാത്തത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കലാണ്. അതുകൊണ്ടാണ് യതീമുകളുടെ ധനം കൈകാര്യം ചെയ്യുന്ന പണക്കാരോട് പോലും അല്ലാഹു പറഞ്ഞത്, വമൻ കാന ഗനിയ്യൻ ഫൽയസ്തഅഫിഫ്. നിങ്ങൾ ഗനിയാണോ, പണമുള്ളവരാണോ, എങ്കിൽ ആർത്തി കാണിക്കരുത്, മറ്റുള്ളവരുടേത് കൂടി എടുക്കണമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് അനുവാദമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ ആവശ്യക്കാരല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മുതലുകൾ കൈക്കലാക്കാതിരിക്കുക, അത് ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ ജനങ്ങളോട് തങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും പറഞ്ഞുകൊണ്ട് ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ് തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. തഅഫുഫ് കൊണ്ട് പണക്കാരായ ആളുകൾ വിചാരിക്കും ഇവന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, ഇവൻ ഫക്കീറല്ല. കാരണം എന്താണ്? ജനങ്ങളോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയാതെ ക്ഷമ അവലംബിക്കുന്ന ആളുകളാണ്, ആളുകളെ ആശ്രയിക്കുന്നതിൽ മടി കാണിക്കുന്നവരാണ്, റബ്ബ് തന്നത് മതി എന്ന് വിചാരിച്ച് തൃപ്തിപ്പെടുന്നവരാണ്. എന്നാൽ അവരുടെ അടയാളങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞ് അവരെ പ്രത്യേകം നിങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കണം. കാരണം അവർ ആരോടും ചോദിക്കാത്ത ആളുകളാകുന്നു. അതേപോലെ തന്നെ വസ്ത്രധാരണത്തിൽ ഏറ്റവും മാന്യമായ രീതി സ്വീകരിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഹിജാബ് അവർ ധരിക്കണം. വാർദ്ധക്യം ചെന്ന വിവാഹത്തിൻ്റെ ആവശ്യം ആ പ്രായം കഴിഞ്ഞ സ്ത്രീകളോട് പോലും, അവർ മുഖമക്കന ധരിക്കുന്ന വിഷയത്തിൽ പോലും, മുഖം മറയ്ക്കുന്ന വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പ്രായം ചെന്ന സ്ത്രീകൾക്ക് അങ്ങനെ മുഖമക്കന ധരിക്കണമെന്നില്ല. എന്നാൽ വഅൻ യസ്തഅഫിഫ്ന ഖൈറുൽ ലഹുന്ന, വൃദ്ധകളാണെങ്കിൽ പോലും അവരുടെ സൗന്ദര്യം മൂടിവെക്കലാണ് ഖൈറ്. അപ്പോൾ പിന്നെ യുവതികളുടെ കാര്യം എന്ത് പറയാനാണ്? അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ സൗന്ദര്യം മറ്റൊരാൾ കാണണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരാളുടെ മുമ്പിൽ അവൾ അവളുടെ സൗന്ദര്യം വെളിവാക്കുകയില്ല, അവളുടെ മുഖം അവൾ വെളിവാക്കുകയില്ല. ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിച്ച്, ഒരു സുഗന്ധവും ഉപയോഗിച്ച് അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല. കാരണം എനിക്ക് ഹലാലായ വഴി മാത്രം മതി. ഇങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അല്ലാഹു അനുവദിച്ചതിൽ മാത്രം മനസ്സിനെ പിടിച്ചു നിർത്തുക, ദേഹേച്ഛയിൽ നിന്ന് തടയുക. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിനെ ഭയപ്പെടുകയും ദേഹേച്ഛയിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു വെക്കുകയും ചെയ്തവനാരോ അവൻ്റെ വാസസ്ഥലം സ്വർഗമാകുന്നു. അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്. ഒരാൾ ഏത് വിഷയത്തിലും മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം. പരമാവധി പരിശ്രമിച്ചാൽ റബ്ബിൻ്റെ സഹായം ഉണ്ടാകും.
എന്നാൽ ഹറാമുകൾക്ക് മനസ്സിനെയും ശരീരത്തെയും വിട്ടുകൊടുത്താൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയില്ല. ക്ഷമ അവലംബിക്കാൻ നമ്മൾ തയ്യാറാണോ എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, 3 ആളുകളെ സഹായിക്കൽ അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് അല്ലദീ യുരീദു അൻ നികാഹ ലിൽ അഫാഫ് ഔ കമാ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫാഫിന് വേണ്ടി നിക്കാഹ് ഉദ്ദേശിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കും, എൻ്റെ ലൈംഗിക വിശുദ്ധി ഞാൻ കാത്തു സൂക്ഷിക്കും, അതിനപ്പുറത്തുള്ള ഒരു വഴിയും ഞാൻ തേടില്ല എന്നൊരാൾ പറഞ്ഞാൽ ആ വ്യക്തിയെ സഹായിക്കലും ആ വ്യക്തിക്ക് നല്ലൊരു ഇണയെ നൽകലും അള്ളാഹു ബാധ്യതയായി ഏറ്റെടുക്കുമെന്നാണ്. അപ്രകാരം ജീവിതത്തിൽ ഇഫത്ത് എന്ന മഹനീയമായ സ്വഭാവമുള്ളവരായി നമ്മൾ മാറുക. അതുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ ഇല്ലെങ്കിലും പ്രശ്നമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുള്ളവർ സ്വർഗത്തിൻ്റെ ആളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജനങ്ങളെ പഠിപ്പിക്കാനാണ് പ്രവാചകൻ നിയോഗിതനായതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്നും സയ്യിദുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ പതിവാക്കിയ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ, അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇഹത്തിലും പരത്തിലും നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന പ്രാർത്ഥനകൾ ചുരുങ്ങിയ വാക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതായി കാണാം. അതിലൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുകൽ ഹുദാ, റബ്ബേ ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുന്നു റബ്ബേ, വത്തുഖാ, തഖ്വയെ ചോദിക്കുന്നു റബ്ബേ, വൽ അഫാഫ, അഫാഫിനെ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഭാവത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, വൽ ഗിന, ധന്യതയെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. ഇതിൽ ഇഫത്ത് എന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതെങ്കിലും ഇതിൽ ഉപയോഗിച്ച 4 കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു. അതിലൊന്നാമത്തത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് നൽകണമേ. കാരണം ഏതൊരു വിഷയത്തിലും ഹിദായത്ത് ലഭിച്ചാലേ അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഹുദ എന്നതിന് അറബി ഭാഷയിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങളിലൊന്ന് അൽ ഇൽമു, അറിവാണ്. ഹുദ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. അറിവുണ്ടെങ്കിലേ നമുക്ക് ആ മേഖല ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പഠിക്കണം, അറിവ് നേടണം. റബ്ബേ നീ എനിക്ക് അറിവ് നൽകണേ, ഏതൊരു വിഷയത്തിലെയും ശരിയായ വഴി കാണിച്ചു തരണമേ. അങ്ങനെ ശരിയായ വഴി അതിൽ ലഭിച്ചാൽ അതിൽ തഖ്വ പാലിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഉടനെ തന്നെ വത്തുഖാ, ആ ഇൽമ നേടിക്കഴിഞ്ഞാൽ ആ ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണമേ. അതാണ് ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് അത് ഹുദയാണ്. അപ്പോൾ ഹുദ ഉപകാരപ്പെടുന്നത് തഖ്വയുള്ളവർക്കാണ്. തഖ്വയോടുകൂടി ജീവിക്കണമെങ്കിലോ ഹുദ നിർബന്ധമാണ്. അങ്ങനെ നീ എനിക്ക് തഖ്വ തന്നാൽ പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൽ അഫാഫ, അല്ലാഹുവേ ഇഫ്ഫത്ത് നൽകണേ. അഥവാ ഹലാൽ മാത്രം മതി എനിക്ക്, ഹറാമ് വേണ്ട. അതുകൊണ്ടാണ് കടം വീടാനുള്ള പ്രാർത്ഥനയിൽ പോലും ഉപയോഗിക്കപ്പെട്ട പദം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് കടം വീടാനുള്ള. ആ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് കടം വീട്ടണമേ എന്ന വാക്കതിലില്ല. മറിച്ച് എന്താ ഉള്ളത്? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, ഹറാമിനെ ഒഴിവാക്കിയിട്ട് ഹലാല് മാത്രം മതിയാകുന്ന ഒരവസ്ഥ നീ എനിക്ക് നൽകണമേ. കാരണം പലപ്പോഴും ആളുകൾ കടം വാങ്ങേണ്ടി വരുന്നത് ഈ ഒരു ഇഫ്ഫത്ത് എന്ന സ്വഭാവം നഷ്ടപ്പെടുമ്പോഴാണ്. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക, നിന്റെ ഫള് കൊണ്ട് നീ എനിക്ക് ധന്യത നൽകണം, മറ്റൊരാളോ ആശ്രയിക്കാത്തൊരവസ്ഥ നീ എനിക്ക് നൽകണമേ. അതുകൊണ്ടാണ് ഇഫത്തിന് ശേഷം ഉടനെ തന്നെ പറഞ്ഞത് വൽ ഗിന, നീ എനിക്ക് ഗിന നൽകണം. ഗിന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഗിന എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവലല്ല. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, മനസ്സിന് മതിയായി എന്ന് തോന്നുന്ന അവസ്ഥയാണ്.
എനിക്കെൻ്റെ ഭാര്യ മതി, എനിക്ക് ഹലാലായ സമ്പത്ത് മതി, എനിക്ക് സൽസ്വഭാവം മതി, എനിക്ക് ആരാൻ്റെത് വേണ്ടതില്ല, ഇങ്ങനെ തുടങ്ങി ഹറാമിനെ ഒഴിവാക്കി ഹലാലിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന മാനസികാവസ്ഥ. അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, നിരന്തരമായി ചെല്ലണം. ഇഫ്ഫത്ത് എന്ന മഹനീയ സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുകയും വേണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.